പറയുന്നത്. ഇപ്പൊ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോഴും എനിക്ക് കണ്ടപ്പോഴും മേക്കിംഗ് അടിപൊളിയാണ്, ഇതിലെ കോസ്റ്റ്യൂം സ്റ്റൈൽ, മ്യൂസിക്കൽ എല്ലാം അടിപൊളിയാണ്. പക്ഷെ ശക്തമായിട്ടുള്ള ഒരു തിരക്കഥയുടെ ഒരു അഭാവം ഈ സിനിമയിലുണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പല വിമർശനങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ലോങ് ഷോട്ട് ആയാലും എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ അങ്ങനെ പോയി. അപ്പോൾ അതിൽ എന്താണ് പറയുന്നത്, ഈ തിരക്കഥയെ കുറിച്ച് സാർ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? ഇല്ല. അതായത് തിരക്കഥയുടെ രൂപം, ഇപ്പോൾ ഉള്ള രൂപം നമ്മള് വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തിയത് തന്നെയാണ്. തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മള് സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം, ജിപ്സി യോദ്ധാവിന്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അതായത് അയാള് ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാരത്തൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത്, ഓഡിയൻസ്. അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെ ഉണ്ട്. അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോൾ പരിചയപ്പെടുന്നുണ്ട്. അതാണ് തിരക്കഥയുടെ രൂപം. പിന്നെ ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിൽ. അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതാവണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു? അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ? കഥ പറയാൻ നരേറ്റീവിന് ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക്. എങ്ങനെയാണ് ഫ്ലാഷ് ബാക്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ജംപ് കട്ട്സ് സിനിമയിൽ വന്നത്, ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നരേറ്റീവിനെ ഞാൻ കാണുന്നത്. സിനിമയുടെ വേൾഡ് ബിൽഡിംഗ്, ആദ്യത്തെ 20-25 മിനിറ്റിലെ വേൾഡ് ബിൽഡിങ്ങിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട്, കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട്, പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലൈക്കോട്ടൈ വോർ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോദ്ധാവിന് ഇനി എന്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്ന അയാള്. പക്ഷെ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് എന്താ, മുന്നിൽ വന്നു നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത്. അത് സ്വന്തം മനസ്സിനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ തിരക്കഥയുടെ രൂപം. ഇത് ഞാൻ എങ്ങനെ പറയണം, എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിൽ കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ പ്രാർത്ഥിച്ചിട്ടുള്ള കമന്റുകളാണ്. ഞാൻ അതാണ് ഇപ്പൊ ശ്രദ്ധിച്ചോണ്ടിരുന്നത്. അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയില്ല, അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തും. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്കെതിരെ അല്ല, ഞാനിപ്പോ ഇത് കമന്റ് കണ്ടത് ജസ്റ്റ് ചോദിക്കണം. ഇപ്പോഴും വരുന്ന കമന്റ് ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയെ പരാജയപ്പെടുത്തുന്നതാണ്. അങ്ങനെ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനെതിരെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അതിൽ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്താലും എന്നെ ടാർഗറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിലാവരുത്. ഇത് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു നടൻ, അയാളുടെ 1.5 വർഷം എടുത്ത് ഫിസിക്കലി മെന്റലി എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അപ്പൊ അത് കാണാതെ പോയത് ആൾക്കാര്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സില്ലി ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിനകത്തു നിന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ഇനിഷ്യലി ഒരു രീതിയിലൊരു സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്, നെഗറ്റീവ് ഒരു രീതിയിൽ സ്പ്രെഡായി തുടങ്ങി. പക്ഷെ ഇങ്ങനെ വൈകുന്നേരം സിനിമകൾ ഇപ്പോൾ വേറെ സിനിമയ്ക്ക് കണ്ടിറങ്ങുന്ന വളരെ ഒപ്പീനിയൻസ് മീഡിയാസ് എടുക്കുന്നതും കേൾക്കുന്നതും. അപ്പോൾ അവർക്ക് പലർക്കും പണം വർക്കാവുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി ഒരു കാമായിട്ട് അറ്റ്മോസ്ഫിയർ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ എന്നുള്ള നമ്മൾ പറയാൻ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ കാമായിട്ടിരുന്ന് ഒരു നോർമലായിട്ട് ഫാമിലി പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ അറ്റ്മോസ്ഫിയർ ഇത് സിനിമ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കും അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിൽ ആയിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു ബഹളത്തിനിടയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാൻ എടുക്കുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ
ആ ലോകത്തേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാവുന്ന ഒരവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് അതിനുവേണ്ടി നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒച്ചുണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് വിൽ ബി മോർ എന്റർടൈനിങ്, ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് വെൻ യു വാച്ച് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.